ഗുഡ് ഡേ. ഇന്ന് നമ്മൾ നിങ്ങളുടെ 4ാമത്തെ യൂണിറ്റിലുള്ള ബ്രേവിംഗ് ദ ഹസാർഡ്സ് എന്ന പാഠഭാഗത്തിലെ റെക്ക് ഓഫ് ദ ടൈറ്റാനിക് എന്നുള്ള പോയമാണ് ഒന്ന് വായിക്കുന്നത്. ഇറ്റ് വാസ് റിട്ടൺ ബൈ ബെഞ്ചമിൻ പെക്ക് കീറ്റ്സ്. ഓക്കെ, അപ്പോൾ ദ റെക്ക് ഓഫ് ദ ടൈറ്റാനിക് ബൈ ബെഞ്ചമിൻ പെക്ക് കീറ്റ്സ്. Out of Southampton she swung with the stream, a poem of iron and steel, a sea dream. സതാംപ്ടൺ നഗരത്തിൽ നിന്നും ആവി പടർത്തി അത് പുറപ്പെടുകയാണ്. എന്ത്? എ പോയം ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ. ഇരുമ്പിലും സ്റ്റീലിലും തീർത്ത ഒരു കവിത, ഒരു കടൽ സ്വപ്നം പോലെ. ആൻഡ് thousands on shore watched her steaming away. തീരത്തൊരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ അതിങ്ങനെ പോകുന്നത് കാണുകയാണ്. ദ ലാർജസ്റ്റ് ആൻഡ് ഗ്രാൻഡസ്റ്റ് ഓഫ് ഓൾ ഷിപ്സ് ദാറ്റ് ഡേ. അന്ന് വരെ ലോകത്തിലുണ്ടാക്കിയതിൽ വെച്ചിട്ട് ഏറ്റവും ലക്ഷ്വറിയസ് ആയിരുന്ന, ഏറ്റവും ഗ്രാൻഡ് ആയിരുന്ന, വലുതായിരുന്ന ഷിപ്പ്, ദ ടൈറ്റാനിക്. ആൻഡ് ദ 1,000 ഓൺ ബോർഡ് ഡിഡ് സെക്യൂരിറ്റി ഫീൽ, ഫോർ നോ ഐ സോ ഡെത്ത് ആസ് ഹീ സ്റ്റുഡ് അറ്റ് ദ വീൽ. പുറത്ത് നിൽക്കുന്ന ആളുകളെക്കാട്ടും അകത്തുള്ള ആയിരങ്ങൾ, അതായത് ഏകദേശം ടൈറ്റാനിക്കിൽ 2100ഓളം ആൾക്കാരുണ്ടായിരുന്നു അതിൻ്റെ കന്നി യാത്രയ്ക്കെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ അതിലുള്ളവർക്ക് എല്ലാവരും വളരെയധികം കണ്ടൻറ്റഡ് ആയിരുന്നു, സെക്യൂർ ആയിരുന്നു ഫീൽ ചെയ്തിരുന്നത്. അവരാരും കടലിൽ ഉണ്ടായേക്കാവുന്ന അപകടങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. കാരണം ആസ് ഹീ സ്റ്റുഡ് അറ്റ് ദ വീൽ. കാരണം അതിൻ്റെ കൺട്രോൾ കയ്യിലിരിക്കുന്നത് ആരുടെ കയ്യിലാണ്? ക്യാപ്റ്റൻ സ്മിത്തിൻ്റെ കയ്യിലാണ്. Directing her course to the echoless shore, her first and last heaven of nevermore. പക്ഷേ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ആളുകൾക്കും അറിയില്ലായിരുന്നു, ഇത് ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത ഒരു കരയിലേക്കാണിത് പോകുന്നത് എന്ന്. her first and last heaven of nevermore. ഇനി ഒരിക്കലും സാധിക്കാത്ത, അല്ലെങ്കിൽ എത്തില്ല എന്ന് ഉറപ്പുള്ള ഒരു രാജ്യത്തേക്കാണ് അവർ പോകുന്നത് എന്ന് അവർക്കറിയില്ലായിരുന്നു. അവർ സത്യസന്ധമായും കോൺഫിഡൻ്റ് ആയിരുന്നു. കാരണം നല്ലൊരു കപ്പൽ, നല്ലൊരു കപ്പിത്താൻ. എന്നിരുന്നാലും അത് സംഭവിച്ചു. ഷി വാസ് ദ ലാസ്റ്റ് ബെസ്റ്റ് വർക്ക് ഓഫ് മെൻ ആൻഡ് ഓൺ ഹർ ഫസ്റ്റ് വോയേജ് വാസ് സ്പീഡിങ് വെൻ ഔട്ട് ഓഫ് ദ ഡാർക്ക്നെസ്, ഔട്ട് ഓഫ് ദ നൈറ്റ് ലൂംഡ് an ominous form of ghostly white. മനുഷ്യനുണ്ടാക്കിയതിൽ വെച്ചിട്ട് ഒരു പക്ഷേ ഏറ്റവും അവസാനത്തെ ഏറ്റവും ഗംഭീര വർക്കാണ് ടൈറ്റാനിക്. ആൻഡ് ഓൺ ഹർ ഫസ്റ്റ് വോയേജ് വാസ് സ്പീഡിങ്. ഒരു കുഴപ്പവുമില്ലാതെ എല്ലാ വിഘാതങ്ങളെയും കാറ്റിൽ പറത്തി അതിങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു, അമേരിക്കയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഔട്ട് ഓഫ് ദ ഡാർക്ക്നെസ്, ഇരുട്ടിൻ്റെ മറവിൽ, ഔട്ട് ഓഫ് ദ നൈറ്റ്, ഇരുട്ടിൻ്റെ രാത്രിയുടെ മറവിൽ, ലൂംഡ് an ominous form of ghostly white. എന്തോ തീരെ എന്താ പറയുക, ഒരു ദുശകുനം പോലെ. ഓമിനസ് എന്ന് പറഞ്ഞാൽ ദുശകുനം പോലെ, എന്തോ ഒന്ന് വരാനിരിക്കുന്നു, എന്തോ ഒരു സംഭവം, നല്ലതല്ലാത്ത സംഭവം വരാനിരിക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് പടർത്തി ഇരുട്ടിൻ്റെ മറവിൽ ആ ഒരു വെളുത്ത രൂപം, തീരെ അവ്യക്തമായ, ലൂംഡായ, അവ്യക്തമായ ഒരു വെളുത്ത രൂപം അതിൻ്റെ മുന്നിൽ പെട്ടു. It was a towering mountain of ice, gigantic as ever was seen on the North Atlantic. അതൊരു വലിയ മഞ്ഞുമലയായിരുന്നു, ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ മഞ്ഞുമല. She struck with a shiver from stern to stern. അവൾ ഇടിച്ചു, അവൾ അതിനെ ഇടിച്ചു. അതാകെ അതിൻ്റെ ഉച്ചി മുതൽ പാദം വരെ ഒരു ചെറിയ തരത്തിലുള്ള അതിൻ്റെ കപ്പലിൻ്റെ എല്ലാ ഭാഗവും ഒന്നങ്ങ് കുലുങ്ങി. And was rapidly sinking. All soon did learn. അങ്ങനെ അതിലുണ്ടായിരുന്ന 2100ഓളം ആളുകൾ മനസ്സിലാക്കുകയാണ്, ദൈവമേ, ഞങ്ങൾ മുങ്ങാൻ പോവുകയാണ്. ടൈറ്റാനിക് മഞ്ഞുമലയുമായി ഇടിച്ചിരിക്കുന്നു. Then Captain Smith, her commander brave, thought not one moment his own life to save. ഞൊടിയിടയിലായിരുന്നു ഇനി തീരുമാനങ്ങൾ. ക്യാപ്റ്റൻ സ്മിത്ത് തീരുമാനിച്ചു, എൻ്റെ ജീവിതം പോട്ടെ, എനിക്കിത് വേണ്ട, ആവശ്യമില്ല, പക്ഷേ
എന്നെ വിശ്വസിച്ച് ഈ കപ്പൽ കയറിയ വ്യക്തികളെ എനിക്ക് സംരക്ഷിച്ചേ പറ്റൂ. But stood on the bridge calling out the crew, remember your country, be British, be true. അദ്ദേഹം കപ്പലിൻ്റെ ബ്രിഡ്ജിൻ്റെ മുൻപിൽ നിന്നു. എന്നിട്ട് ആളുകളോട് വിളിച്ചു പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ക്രൂവിനോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ബ്രിട്ടീഷേഴ്സാണ്, നിങ്ങൾ ബ്രേവാണ്, നിങ്ങൾ ബ്രിട്ടീഷേഴ്സാണ്, നിങ്ങൾ ധൈര്യശാലികളാണ്, ആളുകളെ നമുക്ക് രക്ഷപ്പെടുത്തി എടുത്തേ പറ്റൂ. നിങ്ങൾ നിങ്ങളുടെ രാജ്യം ഓർക്കണം, അതിൻ്റെ ലെഗസി ഓർക്കണം, എന്നിട്ട് രാജ്യത്തിലുള്ള പൗരന്മാരെ നിങ്ങൾ രക്ഷിക്കണം. നമ്മളുടെ സുരക്ഷ നമ്മൾ വകവയ്ക്കാതെ നമ്മൾ ഈ ദൗത്യം ഏറ്റെടുക്കണം എന്ന് കപ്പലിൻ്റെ അനൗൺസ്മെൻറ്റ് പോയിൻ്റ്, അതായത് ബ്രിഡ്ജിൽ നിന്നും അദ്ദേഹം സംസാരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ക്രൂവിനോട്. And England and Ireland and Scotland and Wales proved there to the world their valor never fails. ബ്രിട്ടീഷ് ഐൽസിലുള്ളവരെല്ലാവരും ധീരന്മാരാണ്, ധൈര്യശാലികളാണ്. അത് ഓൾറെഡി ലോകം കണ്ടതാണ്. അതുകൊണ്ടാണ് അതൊരു സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമാണ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവർ അവരുടെ ധൈര്യം അവിടെ അന്ന് കാണിച്ചു. The women and children first was their cry. ഒന്നും നോക്കണ്ട, സ്ത്രീകളെയും കുട്ടികളെയും ആദ്യം രക്ഷപ്പെടുത്തുക. വേറൊരു മാറ്റവുമില്ല അതിൽ. നമ്മൾ മറ്റുള്ളവരുടെ ജീവന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതിൽ തന്നെ സ്ത്രീകളെയും കുട്ടികളെയും ആദ്യം രക്ഷപ്പെടുത്തുക. ആൻഡ് എവ്രി വൺ ഓഫ് ദ ക്രൂ സ്റ്റുഡ് ബൈ. എല്ലാ ക്രൂവും ഒരുമിച്ച്, അതിലുള്ള എല്ലാ ജോലിക്കാരും ജീവനക്കാരും ഒരുമിച്ച് ആ ദൗത്യത്തിന് പങ്കുചേർന്നു. ആൻഡ് ദ ബോട്ട്സ് were lowered and sent away that cut off all hope save eternity. And the Titanic sank from sight 'neath the sea while her band played nearer my God to thee. അങ്ങനെ ഓരോരോ ലൈഫ് ബോട്ടുകളും കടലിലേക്ക് അതിൻ്റെ ഡവിറ്റിൽ നിന്നും ഇറക്കി ടൈറ്റാനിക്. എന്നിട്ട് they cut off all hope. ക്രൂ, അതിലുണ്ടായിരുന്ന ക്രൂ, അവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഓരോന്നോരോന്നായി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്നവർ എല്ലാവരെയും അവർ രക്ഷപ്പെടുത്തി അവർക്ക് രക്ഷപ്പെടാനുള്ള പഴുതുപോലും അവർ ഇല്ലാതാക്കി വളരെ നിസ്സീമമായ ഒരു സർവീസ് അവർക്ക് കൊടുക്കുകയായിരുന്നു. ആൻഡ് ദ ടൈറ്റാനിക് സാങ് ഫ്രം സൈറ്റ് നീത്ത് ദ സീ. കടലിൻ്റെ ആഴങ്ങളിലേക്ക് ടൈറ്റാനിക് കൂപ്പുകുത്തി. വൈൽ ഹർ ബാൻഡ് പ്ലേഡ്. എല്ലാ കപ്പലിലും ഒരു ബാൻഡ് ഉണ്ടായിരിക്കും, ഒരു മ്യൂസിക് ഗ്രൂപ്പുണ്ട്, ഒരു കൊയറോ മ്യൂസിക് ഗ്രൂപ്പോ ഉണ്ടായിരിക്കും. അവർക്ക് വേണ്ടി അവരുടെ പാസഞ്ചേഴ്സിനെ എപ്പോഴും ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടോ, സാഡാണ്, ഇപ്പോൾ ആരെങ്കിലും ഒരാൾ കപ്പലിൽ മരിച്ചുപോയി, അവർക്ക് വേണ്ടിയിട്ടുള്ള ഫ്യൂണറൽ സർവീസിനുമൊക്കെ അവിടെ ഒരു മ്യൂസിക് ബാൻഡ് ഉണ്ടായിരിക്കും. പണ്ടേയുള്ള ഒരു വെസ്റ്റേൺ സ്വഭാവമാണത്. അപ്പോൾ ടൈറ്റാനിക്കിൽ ഉണ്ടായിരുന്ന സ്പെസിഫിക് ബാൻഡ് പാടി നിയറർ മൈ ഗാഡ് ടു ദീ. നിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ വരികയാണ് നാഥ എന്ന് അവർ ആലപിച്ചു. വാസ് ദർ, ഇനി ഈ പോയറ്റ് ചോദിക്കുകയാണ്, വാസ് ദർ എവർ എ സീൻ സോ ഓഫ്ലി ഗ്രാൻഡ് ആസ് ദാറ്റ് സിങ്കിങ് ഷിപ്പ് വിത്ത് ഹർ പ്ലേയിങ് ബാൻഡ്. ഈ ബാൻഡിൻ്റെ വളരെ ദുഃഖപരമായ സംഗീതത്തിൻ്റെ അകമ്പടിയോടെ ഈ കപ്പൽ മുങ്ങുന്നത്, ഇതിനോളം വലിയ ഒരു സീൻ, ഒരു ദൃശ്യം ഈ ലോകത്ത് വേറെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അതൊരു റെട്ടറിക്കൽ ക്വസ്റ്റ്യനാണ്. സംഭവിച്ചിട്ടില്ല. ആലോചിച്ച് നോക്കുക, ആ ദൃശ്യം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഭയം, ഒരു ദുഃഖം, ഈ കാര്യങ്ങളെല്ലാം ഇതിനോളം വലിയൊരു ട്രാജഡി ഈ ലോകത്ത് സംഭവിച്ചിട്ടില്ല. All glory to Smith and the Titanic's men. They bring Trafalgar's hero to memory again. ബാറ്റിൽ ഓഫ് ട്രഫാൽഗറിൽ ജയിച്ച ബ്രിട്ടീഷേഴ്സിൻ്റെ അതേ ധൈര്യമായിരുന്നു ആർക്ക്? ക്യാപ്റ്റൻ സ്മിത്തിനും അദ്ദേഹത്തിൻ്റെ ക്രൂവിനും. And that heart-thrilling tale of the Alamo and the last grand charge at Waterloo. ആലമോയുടെ ധൈര്യം, അതുപോലെ വാട്ടർലൂ യുദ്ധത്തിൽ ജയിച്ച ബ്രിട്ടീഷേഴ്സിൻ്റെ ധൈര്യം. And the charge of the last brigade as well. And Jim Bloodsoe's act on the Prairie Belle. The last brigade എന്ന് പറയുന്നത് റഷ്യൻ ഫോഴ്സസിനെതിരെ നീങ്ങിയ ബ്രിട്ടീഷേഴ്സ്. വാട്ടർലൂ യുദ്ധം അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. നെപ്പോളിയൻ വാസ് ഡിഫീറ്റഡ് ഡ്യൂറിങ് ദാറ്റ് വോർ. പിന്നെ ആലമോ എന്ന് പറയുന്നത് ടെക്സസ് റവല്യൂഷൻ്റെ ഭാഗമായിട്ട് നടന്ന ഒരു യുദ്ധമാണ്, ബാറ്റിൽ ഓഫ് ആലമോ. പിന്നെ ജിം
ജിം ബ്ലുഡ്സോ എന്ന് പറയുന്നത് ഒരു എഞ്ചിനീയറാണ്, ഒരു അമേരിക്കൻ എഞ്ചിനീയറാണ്. അദ്ദേഹം മിസിസിപ്പിയിൽ ഒരു ബോട്ട് അപകടത്തിൽ മരിക്കുകയാണ് ചെയ്തത്. പക്ഷേ ആ ബോട്ട് അപകടത്തിൽ മരിക്കുന്ന സമയത്ത് അദ്ദേഹം വ്യക്തമായി അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള എല്ലാവരെയും രക്ഷപ്പെടുത്തി. അദ്ദേഹത്തിന് രക്ഷപ്പെടുന്നതിൻ്റെ സമയത്തിൻ്റെ മുൻപേ ബോട്ട് എക്സ്പ്ലോഡ് ചെയ്ത് അദ്ദേഹം മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം ആളുകളുടെ ധൈര്യം ഏതൊക്കെ ഒന്നും കൂടെ പറയാം. ഇറ്റ് വാസ് ലൈക്ക് ദ ബാറ്റിൽ ഓഫ് ട്രഫാൽഗേഴ്സ് ഹീറോ, the Battle of Alamo's heroes, the Battle of the Last Brigade's heroes and Jim Blitzer. ഇത്രയും ആളുകളുടെ ഒരു ധൈര്യം, അതൊക്കെ കണ്ട ഒരു ധൈര്യമാണ്, അവിടെ കണ്ട അതേ ധൈര്യമാണ് ഈ ക്രൂ ഇവിടെ കാണിച്ചിരിക്കുന്നത്. And with these down the corridors of all time, the Titanic story shall sound sublime. ഈ ടൈറ്റാനിക്കിൻ്റെ കഥ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കേട്ടാലും ഒരു പക്ഷേ നമ്മളെ വല്ലാത്തൊരു ലോകത്തേക്ക് എത്തിക്കുന്ന, ഒരു ലോഫ്റ്റിനെസ്സിലേക്ക് എത്തിക്കുന്ന ഒരു കഥയായിട്ട് ഇത് മാറിയിരിക്കും. കാരണം നമുക്കതിൽ അഭിമാനം തോന്നും, എത്രത്തോളം ആളുകളെ അവർക്ക് രക്ഷിക്കാൻ പറ്റിയെന്ന്. ദുഃഖം തോന്നും, സമ്മിശ്ര പ്രതികരണങ്ങളാണ്. കാരണം ദുഃഖമുണ്ട്, സന്തോഷമുണ്ട്, കുറച്ച് ആളുകളെങ്കിലും നമുക്ക് രക്ഷിക്കാൻ പറ്റി, ധൈര്യത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ എല്ലാം അടങ്ങുന്ന ഒരു പ്രത്യേക ഫീലിംഗ്. എന്താണെന്ന് നമുക്കറിയാത്ത, അതിന് ഭയമുണ്ട്, അയ്യോ ഇങ്ങനത്തെ ഒരു സാധനം സംഭവിച്ചല്ലോ എന്നുള്ള ഭയം. ഈ എല്ലാത്തിനെയും ഉള്ള ഒരു ഫീലിങ്ങിനെയാണ് നമ്മൾ സബ്ലിമിറ്റി അല്ലെങ്കിൽ സബ്ലൈം എന്ന് വിളിക്കുക. ഓക്കെ, ഫോർ നെവർ വാസ് കറേജ് മോർ നോബിൾ ആൻഡ് ട്രൂ. അന്ന് ആ രാത്രി ടൈറ്റാനിക്കിലെ ജീവനക്കാർ, ഇൻക്ലൂഡിങ് ക്യാപ്റ്റൻ സ്മിത്ത് ആൻഡ് ഇറ്റ്സ് ആർക്കിടെക്റ്റ്, ഇവരെല്ലാവരും നടത്തിയ ആ ധൈര്യത്തിനോളം വലിയ ഒരു കൃത്യം ഈ ലോകത്ത് സംഭവിച്ചിട്ടില്ല എന്നാണ് കവി പറയുന്നത്. ദാറ്റ് വാസ് ഷോൺ ഓൺ ദാറ്റ് നൈറ്റ് ബൈ ദ ടൈറ്റാനിക്സ് ക്രൂ. അവരോളം വലിയ ആളുകൾ, അവരോളം ധൈര്യം കാണിച്ച വ്യക്തികൾ ഇനി ഈ ലോകത്ത് അന്ന് ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ രാത്രി അവർ കാണിച്ച ധൈര്യത്തിനോളം തുല്യമായ ധൈര്യം ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ് എന്നാണ് ബെഞ്ചമിൻ പെക്കെയ്ത്ത് നമുക്ക് പറഞ്ഞു തരുന്നത്. ദിസ് ഈസ് ആൻ എലിജി, ഒരു വിലാപകാവ്യമാണ്. ആൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി ഡെഡിക്കേറ്റഡ് ടു ക്യാപ്റ്റൻ സ്മിത്ത്, ദ ക്രൂ ഓഫ് ദ ടൈറ്റാനിക്. ക്യാപ്റ്റൻ സ്മിത്തിനും ടൈറ്റാനിക്കിൽ അന്നുണ്ടായിരുന്ന ജീവനക്കാർക്കും അവരുടെ ധൈര്യത്തിനും സമർപ്പിച്ച ഒരു വിലാപകാവ്യമാണ് ദ റെക്ക് ഓഫ് ദ ടൈറ്റാനിക്. ഓക്കെ, താങ്ക് യു.